4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പഴം ശർക്കര ഉണ്ടാക്കിയാലോ? പുഴുങ്ങിയ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പാനിലേക്ക് പുഴുങ്ങിയ പഴങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. പഴം ശർക്കരപ്പാനിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ചെറിയ തീയിലിട്ട് കുറച്ചധികം നേരം നല്ലതുപോലെ വേവിച്ചെടുക്കണം. അപ്പോഴാണ് നേന്ത്രക്കായയിലേക്ക് ശർക്കരയുടെ ഫ്ലേവർ ഇറങ്ങുക. ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയിലേക്ക് ശർക്കര നന്നായിട്ട് പിടിക്കണം. പഴത്തിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും. നല്ല മധുരമാണ്, അതുപോലെ നല്ലൊരു ഫില്ലിങ്ങുമാണ് ഇതിന്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്